കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് 2029 ആകുമ്പോഴേക്കും ഉത്തർപ്രദേശിന്റെ സമ്പദ്ഘടന $1 ട്രില്യൺ എത്തും. അതായത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ സാമ്പത്തിക ഘടന അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ 5 ട്രില്യണിലേക്ക് എത്തുമ്പോൾ അതിൽ 1 ട്രില്യൺ UPയുടേതായിരിക്കും. ഇതേ നിലയിലേക്ക് എത്താൻ UPയെ പ്രാപ്തമാക്കിയത് ഇവിടുത്തെ ക്രമസമാധാന പരിപാലനം തന്നെയായിരുന്നു. 8 വർഷം മുമ്പ് ഇവിടേക്ക് കമ്പനികൾ വരാൻ ഭയന്നിരുന്നു. ഉത്തർപ്രദേശ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത് ഗുണ്ടായുസവും ഏറ്റുമുട്ടലുകളും ആയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവരെയും അടിച്ചൊതുക്കി. അതായത് ഗുണ്ടകൾക്ക് വേണ്ടിയും തെമ്മാടികൾക്ക് വേണ്ടിയും യമരാജൻ സദാ ജാഗരൂകനാണ്, കണ്ണു തുറന്ന് എപ്പോഴും ഇരിക്കുന്നു. അത്തരക്കാർക്ക് യമരാജന്റെ വിളി എപ്പോഴും എത്തിയേക്കാം എന്നുകൂടി യോഗി പറഞ്ഞതോടുകൂടി ആ ചർച്ച ഒരു കോൺക്ലേവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ഉണ്ടായിരുന്നു. പ്രേക്ഷകരുടെ നിറഞ്ഞ കൈയടിയാണ് ലഭിച്ചത്. മറ്റൊരു ചോദ്യത്തിൽ അദ്ദേഹം ഉത്തരം പറഞ്ഞത് കാശിയും മധുരയും കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലായിടത്തുമുണ്ട്, നമ്മൾ എത്തുക തന്നെ ചെയ്യും എന്ന ഒരു മറുപടിയാണ് നൽകിയത്. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ പല സംസ്ഥാനത്തുള്ള ജനങ്ങളും പറയുന്നത് ക്രമസമാധാന പരിപാലനത്തിന് UPയെ കണ്ടു പഠിക്കണം എന്നാണ്. കാരണം ഇവിടെ അപ്പോൾ തന്നെ ശിക്ഷ നൽകുന്നു, അവരെ കാലപുരിക്ക് അയക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കർശനമായ ക്രമസമാധാന പരിപാലനം ഉണ്ടെങ്കിലേ പല സംസ്ഥാനങ്ങളിൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പല സംസ്ഥാനത്തിൽ ജനങ്ങൾ പറയുന്നതായിട്ട് കൂടി യോഗി പറയുന്നു. ശരിയാണ്, കേരളത്തിലടക്കം പലപ്പോഴും പറയാറുണ്ട് യോഗിയെ കണ്ടുപഠിക്കണമെന്ന്. ഏതായാലും യോഗി ആദിത്യനാഥ് UP ക്രമസമാധാന നില പരിപാലനം നന്നായി കൊണ്ടുപോകുന്നതും UP വികസിക്കുന്നതുമാണ് ആ ചർച്ചയിൽ ഉടനീളം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.